ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ മസായിലുൽ ഫിഖ്ഹിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് മസായിലുൽ ഫിഖ്ഹിൽ എക്സാമിന് വരുന്ന ചാപ്റ്ററുകൾ 8ാമത്തെ ചാപ്റ്റർ വരെയാണ്. അപ്പോൾ ആ പാഠഭാഗങ്ങളിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ മോഡലായിട്ട് വന്നത്. നമുക്ക് ചോദ്യങ്ങൾ വായിച്ച് ഉത്തരങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു മോഡൽ ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പാഠഭാഗമൊക്കെ നന്നായി മനസ്സിലാക്കി മറ്റു ചോദ്യങ്ങളൊക്കെ കണ്ടെത്തുക. നമ്മൾ പാഠഭാഗത്തിൻ്റെ വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂടെ എങ്ങനെ ചോദ്യങ്ങൾ വരും, എങ്ങനെ ഉത്തരങ്ങൾ എഴുതണം എന്നതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉളൂ ഇല്ലാതെ ഹുതുബ നിർവഹിക്കൽ. ഉളൂ ഇല്ലാതെ ഹുതുബ നിർവഹിക്കൽ എന്താണ്? ചില കാര്യങ്ങൾക്ക് മുമ്പും ശേഷവും ഉളൂ വേണം. ചില കാര്യങ്ങൾക്ക് മുമ്പും ശേഷവും കുളിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഹുതുബ നിർവഹിക്കുന്നതിന് മുമ്പ് ഉളൂ ചെയ്യൽ എന്താണ്? അതുപോലെ ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യം, വലിയ അശുദ്ധിയുള്ളവർക്ക് ജനാബത്തുള്ളവർക്ക് ഹറാമായ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതുപോലെ മാച്ച് ചെയ്യാൻ വരാം. അപ്പോൾ ഇവിടെ ഉളൂ ഇല്ലാതെ ഹുതുബ നിർവഹിക്കൽ, അതായത് ചെറിയ അശുദ്ധിക്കാരന് ഹറാമാകുന്ന കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ജുമുഅയുടെ ഹുതുബാന്ന്. അപ്പോൾ ഇവിടെ എന്താണ്? ഹറാമാണ്. ഉളൂ ഇല്ലാതെ ഹുതുബ നിർവഹിക്കൽ ഹറാമാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തത്. അപ്പോൾ ഹറാം എന്ന് എഴുതാം. അടുത്തത് വഴിയിൽ മൂത്രിക്കൽ. വഴിയിൽ മൂത്രിക്കൽ എന്താണ്? കറാഹത്താണ്. വഴിയിൽ മൂത്രിക്കൽ കറാഹത്ത്. അപ്പോൾ അത് 2 നമുക്കവിടെ എഴുതി കൊടുക്കാം. 2. അടുത്തതാ ചെറിയ അശുദ്ധിക്കാരൻ ഖുർആൻ ഓതാൻ. ചെറിയ അശുദ്ധിക്കാരൻ, അതായത് ഉളൂ ഇല്ലാതെ ഖുർആൻ ഓതാ. നമുക്ക് ചെറിയ അശുദ്ധിക്കാരനാണെങ്കിൽ ഖുർആൻ ഓതാ. ഖുർആൻ തൊടാനും എടുക്കാനാണ് ഉളൂ വേണ്ടത്, ഓതാൻ ഉളൂ വേണ്ട. അപ്പോൾ ഇവിടെ ജായിസ് എന്നത് നമുക്കവിടെ എഴുതാം. 3ാമത്തത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഉളൂ ഇല്ലാതെ ഖുർആൻ ഓതൽ. അപ്പോൾ ജായിസ്. അടുത്തതാ ഇസ്തിഹാളുകാരി നിസ്കരിക്കൽ. ഇസ്തിഹാളുകാരി നിസ്കരിക്കൽ എന്താണ്? വാജിബാണ്, നിർബന്ധമാണ്. ഇസ്തിഹാളുകാരി അത് രോഗമാണ്. അവർ കഴുകി ശുദ്ധി വരുത്തി നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും വേണം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വാജിബ് 4ാമത്തത് എഴുതാം. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്ത എന്താണ്? ബ്രാക്കറ്റിൽ നിന്ന് ശരിയുത്തരം തിരഞ്ഞെടുക്കാനാണ്. എന്താണ്? നിസ്കാരത്തിൽ വിട്ടുവീഴ്ചയുള്ള നജസ്, അതായത് നിസ്കാരത്തിൽ ഇളവുള്ള നജസ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. ഏതായിരുന്നു? ഊനിലെ രക്തം, പല്ലിയുടെ കാഷ്ടം, കാലിലെ രക്തം. ഇതിലേതാണ് നിസ്കാരത്തിൽ വിട്ടുവീഴ്ചയുള്ളത്, ഇളവുള്ള നജസ് ഏതാണ്? ഊനിലെ രക്തമാണ് നജസ്. നജസുകളിൽ ഇളവുള്ളതും ഇല്ലാത്തതും ഉണ്ട് എന്ന് പഠിച്ചിരുന്നു. ഇളവുള്ള നജസുകൾ 4 വിധം: വെള്ളത്തിൽ ഇളവുള്ളത്, ഭക്ഷണത്തിൽ ഇളവുള്ളത്, നിസ്കാരത്തിൽ ഇളവുള്ളത്, നിരുപാധികം ഇളവുള്ളത്. അപ്പൊ നിസ്കാരത്തിൽ ഇളവുള്ള നജസുകൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒലിക്കുന്ന രക്തമില്ലാത്ത മൂട്ട, കൊതുക് തുടങ്ങിയവയുടെ രക്തം, ഊന് പൊട്ടി വരുന്ന രക്തം, ഈച്ച, പാറ്റ, കടന്നൽ എന്നിവയുടെ കാഷ്ടം മുതലായ നജസുകൾ നിസ്കാരത്തിൽ ഇളവുള്ളവയാണ്. എന്താണ്? ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമാണ് എന്ത്? സുന്നത്ത്. സുന്നത്തിന്റെ മറ്റൊരു പേരാണ് മന്ദൂബ്. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെ വരാം. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും, അതായത് സുന്നത്ത്. ഒരു സുന്നത്ത് നോമ്പ് നോറ്റാൽ നമുക്ക് കൂലി ഉണ്ടാവും, എന്നാൽ അത് ഉപേക്ഷിച്ചിട്ട് നമുക്ക് ശിക്ഷ ഉണ്ടാവൂല. അപ്പം അത് സുന്നത്താണ്. സുന്നത്തിൻ്റെ മറ്റൊരു പേരാണ് മന്ദൂബ്, നമ്മൾ പഠിച്ചിരുന്നു. എന്നാൽ ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ച ശിക്ഷ ഉള്ളതുമാണ് എന്ത്? വാജിബ്. വാജിബ് ഫർള് നിസ്കാരം പോലെ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ ചെയ്താൽ ശിക്ഷാർഹവും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതും, അതാണ് ഹറാമ്. ഹറാമ് മനസ്സിലാക്കുക. പിന്നെ മുബാഹ്. മുബാഹിന് ശിക്ഷയും കൂലിയുമില്ല. ചെയ്താൽ ശിക്ഷയും ഇല്ല, കൂലിയും ഇല്ല, അതാണ് മുബാഹ്. അതായത് സ്വാദുള്ള ഭക്ഷണം കഴിക്കുക, പാല് കുടിക്കുക, ഇതൊക്കെ മുബാഹാണ്. മുബാഹിൻ്റെ മറ്റൊരു പേരെന്താണ്? ഹലാല്. മുബാഹിൻ്റെ മറ്റൊരു പേരാണ് ഹലാല്. പിന്നെ മക്രൂഹ്. മക്രൂഹ് എന്ന് പറഞ്ഞാൽ കറാഹത്ത്. മക്രൂഹ് കറാഹത്ത്. അത് ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതാണ്. കറാഹത്ത് അതാണ് മക്രൂഹ്. ചെയ്താൽ ശിക്ഷ ഒന്നുമില്ല, എന്നാൽ ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതാണ്.
തലമറയ്ക്കുക, നിസ്കാരത്തിൽ തലമറക്കൽ. മനസ്സിലാക്കുക. അവിടെ എന്താ ചോദ്യം? അക്കല്ലുൻ നിഫാസ്, കുറഞ്ഞ നിഫാസ്. കുറഞ്ഞ നിഫാസ് എത്രയാണ്? നമ്മളെന്താ പഠിച്ചത്? യൗമു വലയില് ലഹ്ലത്ത് സിത്തൂന യൗമൻ. അപ്പോൾ ഇവിടെ അറബിയിലാണ് വന്നത്, മനസ്സിലാക്കുക. അപ്പോൾ കുറഞ്ഞ നിഫാസ് നമ്മൾ പാടത്ത് പഠിച്ചിട്ടുണ്ട്, കുറഞ്ഞത് ഒരു നിമിഷമാണ് എന്ന്. അപ്പം അതാണ് ഇവിടെ ലഹ്ലത്ത്. ലഹ്ലത്ത് കുറഞ്ഞത് ഒരു നിമിഷം, ഒരു നിമിഷം. യൗമു വലയിൽ ഒരു രാവും പകലും, അതാണ് ഹൈലിൻ്റെ ചുരുങ്ങിയത്. ഹൈലിൻ്റെ ചുരുങ്ങിയതാണ് ഒരു രാവും പകലും. സിത്തൂന യൗമൻ, സിത്തൂന യൗമൻ എന്ന് പറഞ്ഞാൽ 60 ദിവസം. അത് നിഫാസിൻ്റെ കൂടിയതാണ്. അപ്പം അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഹൈലിൻ്റെ കുറഞ്ഞത് ഒരു രാവും പകലും, സാധാരണയിൽ 6-7 ദിവസം, കൂടിയാൽ 15 ദിവസം. മനസ്സിലാക്കുക. നിഫാസ് കുറഞ്ഞത് ഒരു നിമിഷം, സാധാരണയിൽ 40 ദിവസം, കൂടിയാൽ 60 ദിവസം. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ 2 ഹൈലുകൾക്കിടയിലുള്ള ശുദ്ധികാലം 15 ദിവസമാണ്. 2 ഹൈലിൻ്റെ ഇടയിലുള്ള ശുദ്ധികാലം 15 ദിവസമാണ്, കൂടിയാൽ എത്രയുമാകാം. അടുത്ത തയമ്മുമിൻ്റെ ഫർളുകൾ. തയമ്മുമിൻ്റെ ഫർളുകൾ എത്രയാണ്? തയമ്മുമിൻ്റെ ഫർളുകൾ 5. അപ്പോൾ നമുക്കത് ശരിയടയാപ്പെടുത്താം. തയമ്മുമിൻ്റെ ഫർളുകൾ 5. മണ്ണടിച്ചെടുക്കുക. മണ്ണടിച്ചെടുക്കുമ്പോൾ ഫർള് നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. മുഖം തടവുക. 2 കൈകൾ തടവുക. ക്രമപ്രകാരം ചെയ്യുക. ഇതാണ് തയമ്മുമിൻ്റെ ഫർളുകൾ. എല്ലായിടത്തും ഇളവുള്ള നജസ്. എല്ലായിടത്തും ഇളവുള്ള നജസാണ് എന്ത്? ഈച്ചയുടെ കാലിലെ നജസ്. ഈച്ചയുടെ കാലിലെ നജസ്. കൊതുകിൻ്റെ ശവം, അത് വെള്ളത്തിൽ ഇളവുള്ളതാണ്. വെള്ളത്തിലെ നജസിന് ഇളവുള്ളത്. ഊന് പൊട്ടി വരുന്നത്, അത് നിസ്കാരത്തിൽ ഇളവുള്ളതാണ്. അപ്പോൾ ഈച്ചയുടെ കാലിലെ നജസ്, അതിന് എല്ലായിടത്തും ഇളവുണ്ട്. അടുത്തത് ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? അശുദ്ധി എത്ര വിധം? അശുദ്ധി എത്ര വിധമാണ്? അശുദ്ധി 2 വിധം. അശുദ്ധി എത്ര വിധം എന്ന് വെച്ചാൽ 2 വിധം. വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയും. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വുളൂ ചെയ്യുക. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കുക. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുന്നു എന്ന നിയ്യത്തോടെയാണ് കുളിക്കേണ്ടത്. ശർഇയായ കുളി എന്നാൽ എന്ത്? വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു എന്ന നിയ്യത്തോടെ ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം ഒഴുക്കലാണ് ശർഇയായ കുളി. അപ്പം അത് നിങ്ങളുടെ 2ാമത്തെ പാഠത്തിലുണ്ട്. അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്ത എന്താണ്? കുളിക്കും ഉളൂയിനും പകരമുള്ള ശുദ്ധീകരണത്തിന് പറയുന്ന പേര്. കുളിക്കും ഉളൂയിനും പകരമുള്ള ശുദ്ധീകരണത്തിൻ്റെ പേരാണ് തയമ്മും. തയമ്മും പറയുന്ന പേരാണ് തയമ്മും. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? മുബാഹിൻ്റെ മറ്റൊരു പേര്. മുബാഹിൻ്റെ മറ്റൊരു പേരാണ് ഹലാല്. മുബാഹിൻ്റെ മറ്റൊരു പേരാണ് ഹലാല്. നമ്മൾ 1ാമത്തെ പാഠത്തിലുണ്ട്, മനസ്സിലാക്കി പഠിക്കുക. വാജിബിന് ഫർളി എന്നും മന്ദൂബിന് സുന്നത്തി എന്നും മുബാഹിന് ഹലാലി എന്നും പേരുണ്ട്. മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെ വാജിബിൻ്റെത് വരാം, മന്ദൂബിൻ്റെത് വരാം. അടുത്തത് എന്താണ്? ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ എത്ര? ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ 6 എണ്ണം. നമ്മൾ ഓർഡറിൽ നമ്പർ പ്രകാരം പറഞ്ഞു. നിസ്കാരം, തവാഫ്, സുജൂദ്, ഹുത്തുബ, ജുമയുടെ ഹുത്തുബ, മുസഫ് തൊടല്, മുസഫ് എടുക്കൽ. അതാണ് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമായത്. അതുപോലെ ജനാബത്ത് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ 8 എണ്ണം ഉണ്ട്. അതുപോലെ ഹൈല് നിഫാസ് ഉള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ 7 എണ്ണം ഉണ്ട്. അപ്പോൾ അതൊക്കെ എണ്ണൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇനി എന്താണ്? ഒരു തയമ്മം കൊണ്ട് എത്ര സുന്നത്ത് നിസ്കരിക്കാം? ഒരു തയമ്മം കൊണ്ട് സുന്നത്ത് നിസ്കാരം എത്രയും നിസ്കരിക്കാം. ജനാസ നിസ്കാരമൊക്കെ എത്രയും നിസ്കരിക്കാം. എന്നാൽ ഒരു തയമ്മം കൊണ്ട് ഫർള് നിസ്കാരം 1 മാത്രമേ നിസ്കരിക്കാവൂ. മനസ്സിലാക്കി പഠിക്കുക. ഇവിടെ സുന്നത്താണ് ചോദിച്ച് എത്രയും നിസ്കരിക്കാം എഴുതാം. അടുത്തതിന് എന്താ? ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഭക്ഷണത്തിൽ ഇളവുള്ള നജസുകളിൽ 2 എണ്ണം എഴുതാൻ. ഭക്ഷണത്തിൽ ഇളവുള്ള നജസുകൾ: മാംസത്തിലെ അവശേഷിക്കുന്ന രക്തം, ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലുണ്ടാവുന്ന മാലിന്യം. മാംസത്തിലെ അവശേഷിക്കുന്ന രക്തം, ചെറിയ മത്സ്യത്തിൻ്റെ വയറ്റിലുണ്ടാകുന്ന മാലിന്യം. ഇതൊക്കെയാണ് ഭക്ഷണത്തിൽ ഇളവുള്ള നജസുകൾ. അടുത്തത് എന്താണ്? ആയിഷ ബീവി കരഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
എന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിച്ചത്? എന്ത് പറഞ്ഞാണ് ആയിഷ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്വസിപ്പിച്ചത്? ആർത്തവം സ്ത്രീകളുടെ പ്രകൃതിയാണ്. തവാഫ് ഒഴികെ ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്വസിപ്പിച്ചത് എന്ത്? ആർത്തവം സ്ത്രീകളുടെ പ്രകൃതിയാണ്. തവാഫ് ഒഴികെയുള്ള ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുക. ആയിഷ ബീവിയെ ആശ്വസിപ്പിച്ചു. എന്തിനാണ് ആയിഷ ബീവി ഹജ്ജിന്റെ യാത്രയിൽ ഹജ്ജ് വേളയിൽ കരഞ്ഞത്? ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് കരുതിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞത്. മനസ്സിലാക്കട്ടാ. ആ പാഠത്തിൽ തന്നെ ഹേലുണ്ടാകുന്ന കുറഞ്ഞ പ്രായം 9 വയസ്സാണ്. ഹേലായി പരിഗണിക്കാൻ ചുരുങ്ങിയത് 24 മണിക്കൂറെങ്കിലും ദൈർഘ്യമുള്ള സമയം രക്തം പുറപ്പെടണം. അപ്പോഴാണ് ഹേലായി പരിഗണിക്കുകയുള്ളൂ. പിന്നെന്താണ് അടുത്തെന്താ ചോദ്യം? ഉളൂഇന്റെ അവയവങ്ങളിൽ മുറിവുള്ളവൻ എപ്പോഴാണ് തയമ്മും ചെയ്യേണ്ടത്? എപ്പോഴാണ്? ഉളൂഇന്റെ അവയവത്തിൽ മുറിവുള്ള അവയവം കഴുകുന്ന സമയത്താണ് മുറിവുള്ളവൻ തയമ്മും ചെയ്യേണ്ടത്. ഉളൂഇന്റെ അവയവങ്ങളിൽ മുറിവുള്ള അവയവം കഴുകേണ്ട സമയത്താണ് മുറിവിന് വേണ്ടി തയമ്മും ചെയ്യേണ്ടത്. മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തതെന്താണ്? നിർബന്ധമായ കുളിക്ക് എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു എന്നാണ് നിർബന്ധമായ കുളിക്ക് നിയ്യത്ത് ചെയ്യേണ്ടത്. അടുത്തത് തയമ്മുമിൻ്റെ ഷർത്തുകളിൽ നിന്ന് 3 എഴുതുക. തയമ്മുമിൻ്റെ ഷർത്തുകൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിസ്കാരത്തിൻ്റെ സമയമാവണം, ശുദ്ധമായ പൊടിമണ്ണ് കൊണ്ടായിരിക്കണം, തയമ്മുമിന് മുമ്പ് ശരീരത്തിൽ നജസ് നീക്കണം, വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക, ആദ്യം മുഖവും പിന്നീട് 2 കൈകളും തടവാനായി 2 തവണ മണ്ണടിച്ചെടുക്കുക. ഇതൊക്കെ തയമ്മുമിൻ്റെ ഷർത്തുകളാണ്. അപ്പം അതിൽ നിന്ന് 3 എഴുതാനാണ് ഇവിടെ വന്നത്. മനസ്സിലാക്കി പഠിക്കട്ടാ. അടുത്തെന്താണ്? ജനാപത്തുകാരൻ ഹറാമായ കാര്യങ്ങൾ. ജനാപത്തുകാരന് ഹറാമായ കാര്യങ്ങൾ ഏതെല്ലാം? അവിടെ പാഠത്തിൽ 8 പറഞ്ഞിട്ടുണ്ട്. ജനാപത്തുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ: നിസ്കാരം, തവാഫ്, സുജൂദ്, ജുമയുടെ ഹുത്തുബ, മുസഫ് തൊടല്, മുസഫ് എടുക്കൽ, ഖുർആൻ പാരായണം, മസ്ജിദിൽ നിലകൊള്ളൽ. ഇതൊക്കെ ജനാപത്തുള്ളവർക്ക് ഹറാമായ കാര്യമാണ്. മനസ്സിലാക്കുക. അടുത്തതെന്താണ്? കുറിപ്പ് എഴുതാനാണ്. തയമ്മുമിൻ്റെ പൂർണ്ണ രൂപം എഴുതാൻ. തയമ്മുമിനെ കുറിച്ചിട്ട് എഴുതണം. എങ്ങനെയാണ് തയമ്മും ചെയ്യേണ്ടത്? പൊടിമണ്ണായിരിക്കുക, 2 തവണ മണ്ണടിച്ചെടുക്കുക. ആദ്യത്തെ തവണ മുഖം തടവാനും 2ാമത്തെ തവണ കൈ 2ഉം തടവാനും. അപ്പോൾ മണ്ണടിച്ചെടുക്കുക. ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തയമ്മും ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് 2 കൈകളും മണ്ണിലടിക്കുക. മുഖം തടവുക. വീണ്ടും മണ്ണിലടിച്ച് ആദ്യം വലതു കൈയും പിന്നീട് ഇടതു കൈയും തടവുക. ഇങ്ങനെയാണ് തയമ്മും ചെയ്യേണ്ടത്. തയമ്മുമിന് ശേഷം ഉളൂഇൻ്റെ ശേഷമുള്ള ദുആവും ചെയ്യുക. തയമ്മുമിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതുപോലെ ആ ഭാഗത്തുനിന്ന് വരാം. മുറിവുള്ളവൻ തയമ്മും ചെയ്യണം. മുറിവുള്ളവൻ്റെ തയമ്മുമിനെ കുറിച്ച് എഴുതാൻ വന്നാലോ? കാലിൽ മുറിവുള്ളവൻ തയമ്മും ചെയ്യുന്നതിനെ കുറിച്ച് എഴുതാൻ വന്നാൽ ഫസ്റ്റിലെ പാഠത്തിൻ്റെ 4ാമത്തെ പാഠത്തിൻ്റെ ഫസ്റ്റത്തെ പാരഗ്രാഫ് തന്നെ പറയുന്നുണ്ട്. എന്താണ്? കാലിൽ മുറിവുള്ളവനാണ്. അപ്പം ഉളു എടുത്ത് ചെവി തടവി കഴിഞ്ഞപ്പോൾ കാല് കഴുകേണ്ട സമയമായപ്പോൾ പൊടിമണ്ണെടുത്ത് ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തയമ്മും ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് 2 കൈകളും മണ്ണിലടിച്ചു മുഖം തടവി വീണ്ടും മണ്ണിലടിച്ച് ആദ്യം വലതു കൈയും പിന്നീട് ഇടതു കൈയും തടവി തുടർന്ന് കാലിൽ മുറിവില്ലാത്ത ഭാഗം കഴുകുകയും ബാൻഡേജിന് മുകളിലൂടെ മുഴുവനായി വെള്ളം കൊണ്ട് തടവുകയും ചെയ്തു. ശേഷം ഉളൂഇൻ്റെ പ്രാർത്ഥന നടത്തി. ഇതാണ് കാലിൽ മുറിവുള്ളവൻ്റെ തയമ്മുമിൻ്റെ രൂപം. മനസ്സിലാക്കിയിട്ട് പഠിക്കാം. അടുത്ത അഹ്കാമു ഷർഇയ്യായ വിധികൾ. ഷർഇയ്യായ വിധികൾ 5 എന്തൊക്കെയാണ്? വാജിബ്, ഹറാമ്, സുന്നത്ത്, ഹലാല്, കറാഹത്ത്. വാജിബ്, സുന്നത്ത്, മക്രൂഹ്, ഹറാമ്, മുബാഹ്. അപ്പോൾ അതിൻ്റെ മറ്റു പേരുകൾ പറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മക്രൂഹിന് കറാഹത്ത് എന്നും മുബാഹിന് ഹലാൽ എന്നും പറയും. അപ്പം ഏതാണോ രീതിയിൽ 5 നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ അത് ഓരോന്നിനെ കുറിച്ചിട്ടോ എന്താണ് വാജിബ്, എന്താണ് സുന്നത്ത്,
എന്താണ് മക്രൂഹ്, എന്താണ് ഹറാം, എന്താണ് മുബാഹ് ഒക്കെ എഴുതുക. അങ്ങനെ അഹ്കാമു ശർഈയായ 5 വിധികൾ അതിനെക്കുറിച്ചിട്ട് എഴുതുക. മനസ്സിലാക്കി പഠിക്കുക. അത് മനസ്സിലാക്കി പഠിച്ചാലാണ് അത് എഴുതാൻ കഴിയുള്ളൂ. ഓരോന്നിൻ്റെ ഉദാഹരണമൊക്കെ എഴുതി നിങ്ങൾക്ക് വിശദമാക്കി എഴുതാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ചോദ്യപേപ്പറിൽ നിങ്ങൾ 6ാമത്തെ പാഠം വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് 8ാമത്തെ ചാപ്റ്റർ വരെ ഉണ്ട്. 7ാമത്തെ പാഠം ഉദൂനി, ദുആഇനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിസ്കാര ശേഷമുള്ള ദുആ ഉണ്ടെന്ന് പറയുന്നത്. അത് നന്നായി പഠിക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം. അതിന്ന് എന്താണ്? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഡാഷ്, സയ്യിദിന മുഹമ്മദിൻ വന്നാൽ വയല ആലിഹി സയ്യിദിന മുഹമ്മദ് അങ്ങനെ എഴുതാൻ കഴിയണം നമുക്ക്. പിന്നെ അല്ലാഹു മഗ്ഫിർ ലനാ ഡാഷ് റബ്ബിർഹംഹുമാ, എന്താണ്? അല്ലാഹു മഗ്ഫിർ ഡാഷ് വലിവാലിദിന. അപ്പം നമുക്ക് അവിടെ ഇടയിൽ ഓഫിർ ലന എന്നുള്ള ലന എന്ന് എഴുതി കൊടുക്കണം. അങ്ങനെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നാൽ എഴുതാൻ കഴിയണം. പിന്നെ ദുആകൾ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന സമയങ്ങൾ ഏതാണ്? ഫർള് നിസ്കാരത്തിന് ശേഷമുള്ള ദുആ ആണ്. പിന്നെ അതുപോലെ അദാനിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലും റമദാൻ മാസത്തിലും മഴ പെയ്യുന്ന സമയത്തും വെള്ളിയാഴ്ചയും ദുആ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ പെട്ടതാണ്. ദുആ ചെയ്യാത്തവർ ജനങ്ങളിൽ അശക്തരാണ്. ദുആ ചെയ്യാത്തവർ ജനങ്ങളിൽ ഏറ്റവും അശക്തർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ദുആ ചെയ്യാത്തവരോട് അല്ലാഹു തആലക്ക് ദേഷ്യമാണ്. ദുആ ചെയ്യുന്നവരോട് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ദുആ ചെയ്യുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ചെയ്യാത്തവരോട് അല്ലാഹു തആലക്ക് ദേഷ്യമാണ്. അതൊക്കെ ആ പാഠത്തുനിന്ന് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ അല്ലാഹു തആലയുമായുള്ള അഭിമുഖ സംഭാഷണമാണ് എന്ത്? നിസ്കാരം. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അത് മാച്ച് ചെയ്യാൻ വരാം. ഏത്? അടിമ പറയുന്നതും അല്ലാഹു തആല പറയുന്നതും അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോഴാണ് നമുക്ക് മാച്ച് ചെയ്യാൻ വന്നാൽ, നസിൽ യോജിച്ചത് ചേർക്കാനൊക്കെ ആയിട്ട് വന്നാൽ നമുക്കത് എഴുതാൻ കഴിയുള്ളൂ. സുബൈർ റളിയല്ലാഹു അൻഹുവിന് നിസ്കാരത്തിൽ വളരെ ഖുശൂഉള്ള വ്യക്തിയായിരുന്നു സുബൈർ റളിയല്ലാഹു അൻഹു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടിമ അല്ലാഹു തആലയോട് നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ് നിസ്കാരം. അപ്പോൾ അത് 8ാമത്തെ ചാപ്റ്റർ. അപ്പോൾ അതവരെ നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റു ചോദ്യപേപ്പറുമായി അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.